ഹലോ, ഞാനപ്പോൾ പ്രാഗിലെത്തിയപ്പോൾ എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടൊക്കെ ആയിട്ടാണ് റസ്മു വന്നത്. എന്നിട്ട് നമ്മൾ ഫ്ലോറൻസ് സ്റ്റേഷനിലെത്തി. ഇനി റസ്മുവിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. ഇതാണ് റസ്മുവിൻ്റെ ഈ ഒരു കുഴിക്കാത്ത വീടിന്. ഇപ്പോൾ ഇത് റസ്മുവിൻ്റെ വീട്ടിനടുത്തുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. എനിക്ക് ആ മരമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം. ഇനി നമ്മൾ പെപ്കോ എന്ന് പറയുന്ന ഒരു കടയിലോട്ട് പോവുകയാണ്. അവിടെ നമുക്ക് കുറേ സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവൾ പറഞ്ഞ ഞാൻ ആ കടയിൽ കയറിയാൽ ഇറങ്ങത്തില്ല, അവിടെ എനിക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ ഈ കമ്മലെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവൾ എനിക്ക് വാങ്ങി തന്നെയാണ് കേട്ടോ. ഓടി നല്ല വൈബടി. ഗൈസ്, ദിസ് ഇസ് അവർ വൂൾവർത്ത്. ഇത് നമ്മുടെ വൂൾവർത്ത് തന്നെ. പാത്രമൊക്കെ ഉണ്ട്. 30 ചെക്ക് €1. നമ്മുടെ വൂൾവർത്തിലും കിട്ടും ഇതൊക്കെ, യൂറോ ഷോപ്പിലും വൂൾവർത്തിലും ഒക്കെ. നീ ഇതപ്പോൾ എത്രയാണ്? 55 ഇതെന്ന് വെച്ചാൽ എത്ര വരും? 2 അത് ലാഭമാണ് കേട്ടോ. ബട്ട് നോ, €4.5 എന്നാണല്ലോ കിടക്കുന്നത്. അത് കിട്ടും. ഇതിന്റെ വിലയാണ് 55. ഇതിന്റെ വില പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, പ്രാഗ് സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇതുപോലെ ആൾക്കാരുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ ഞാൻ പ്രാഗിൽ വന്നപ്പോൾ മെയിനായിട്ടും 3 സ്ഥലത്താണ് പോയത്. ഒന്ന് ഞാൻ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കണ്ടു, പിന്നെ ഞാൻ ചാൾസ് ബ്രിഡ്ജിൽ പോയി, പിന്നെ ബുക്ക് ടവർ കണ്ടു. ഇത്രയൊക്കെ വൺ ഡേയിൽ നമുക്ക് റിലാക്സ് ആയിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. ബാക്കിയൊക്കെ ഇനി നെക്സ്റ്റ് ടൈം കാണും. പിന്നെ ഞങ്ങളിവിടെ അന്നമല എന്ന് പറയുന്നൊരു കടയിൽ മസാല ദോശ കഴിക്കാൻ പോയി. ഞാൻ യൂറോപ്പിൽ എത്തിയിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് മസാല ദോശ വാങ്ങി കഴിക്കണത്. ഉണ്ടാക്കിയും കഴിച്ചിട്ടില്ല. കാരണം മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കണം, പിന്നെ ബാറ്റർ, അതൊക്കെ ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുമില്ല. സോ അവിടുത്തെ ഫുഡ് ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ആൻഡ് കുറേ ഉണ്ടായിരുന്നു, വലിയ മസാല ദോശയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബട്ടർ മിൽക്കും കൂടെ ഓർഡർ ചെയ്തുകൊണ്ട് വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു എന്ന് തന്നെ പറയണം. അതിനുശേഷം ഞാൻ എൻ്റെ ഐസറിലൊരു ഫ്രണ്ടിനെ കണ്ടു. ഇതാണ് പ്രഗ്യ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. കാരണം അത് നല്ലൊരു ക്വാളിറ്റി ടൈമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ കുറേ നാളത്തിന് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ കുറേ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഐക്യയിൽ പോയി, അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി നടന്നു. ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനും പോയി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയത് ബോംബെ, അത് കടയുടെ പേര് മറന്നുപോയി, അവിടെയാണ് പോയത്. അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ആൻഡ് എനിക്കിപ്പോൾ ജർമ്മനിയിൽ നിന്ന് പ്രാഗിൽ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ശരിക്കും ഫുഡ് കുറച്ചുകൂടെ ചീപ്പാണ് ഇവിടെ. കാരണം വേറെ കറൻസി ആണല്ലോ. ആൻഡ് ഈ ഫുഡാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ നല്ല പാടായിരുന്നു. പ്രഗ്യയുടെ ഫുഡും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, അതും ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ എത്തിയിട്ട് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആയിരുന്നു. ഡ്രെസ്ഡൻ ആൻഡ് പ്രാഗ്. ഞാൻ എൻ്റെ ഐസറിലെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് റിയലി ഓസം. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. അപ്പം ബൈ.